വാഷിംഗ്ടൺ ഡിസിക്ക് സമീപം യാത്രാ വിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണമെന്ന ആദ്യ റിപ്പോർട്ട്. പെന്റഗൺ അടക്കമുള്ള അതീവ സുരക്ഷാ മേഖലയിൽ നടന്ന അപകടത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മരണസംഖ്യ വർദ്ധിച്ചേക്കുമെന്ന് അധികൃതർ. അപകടത്തെ തുടർന്ന് വാഷിംഗ്ടൺ വിമാനത്താവളം അടച്ചു. അനുപമയുണ്ട്. അനുപമ, ഇതിപ്പോൾ ഈ അപകടം നടന്ന ആദ്യ മണിക്കൂറുകളിൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇത്തരത്തിൽ 8 മരണമുണ്ടായി എന്നുള്ള അതീവ ദാരുണമായ വിവരമാണ് പുറത്തു വരുന്നത്. കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടോ? അതെ ആതിര, ഇന്ന് പ്രാദേശിക സമയം, അമേരിക്കയിലെ പ്രാദേശിക സമയം രാത്രി 9 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ US-ന്റെ ക്യാപിറ്റൽ സ്റ്റേറ്റായ വാഷിംഗ്ടൺ DC-യിലാണ് അപകടം ഉണ്ടാകുന്നത്. യാത്രാ വിമാനം, ഈ അമേരിക്കൻ എയർലൈൻസിൻ്റെ യാത്രാ വിമാനത്തിലേക്ക് സൈനിക ഹെലികോപ്റ്റർ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ അപകട സമയത്ത് ഈ യാത്രാ വിമാനത്തിൽ 60 യാത്രക്കാരും 4 ജീവനക്കാരും ഉണ്ടായിരുന്നതാണ് വിവരം. ഇപ്പോൾ സൈനിക വിമാനത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരെ അടക്കം വഹിച്ചുകൊണ്ട് സഞ്ചരിക്കാറുള്ള ഈ സൈനിക ഹെലികോപ്റ്ററിൽ ഈ അപകട സമയത്ത് 3 സൈനികരുണ്ടായിരുന്നതാണ് വിവരം. VIP-കളൊന്നുമില്ലെന്ന് ഡിഫൻസ് മിനിസ്ട്രി സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ 2 ഹെലികോപ്റ്ററും വിമാനവുമാണ് ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ചത്. ഈ റൊണാൾഡ് റീഗൻ നാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടെയാണ് ഈ ഹെലികോപ്റ്റർ ആകാശത്ത് വെച്ച് ഈ യാത്രാ വിമാനത്തിൽ കൂട്ടിയിടിക്കുന്നത്. ഈ കൂട്ടിയിടിക്ക് ശേഷം വിമാനവും ഹെലികോപ്റ്ററും സമീപത്തുള്ള പ്രോട്ടാക് നദിയിലേക്ക് വീണതായാണ് റിപ്പോർട്ട്. ഈ നദിയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഈ പ്രാഥമികമായിട്ട് അതീവ സുരക്ഷാ മേഖലയായതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റികളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അതീവ സുരക്ഷിതമായിട്ടും സംരക്ഷിതമായിട്ടാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് 8 മൃതദേഹങ്ങൾ വരെ നദിയിൽ നിന്ന് വീണ്ടെടുത്തതായിട്ടാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. എന്നാൽ രാത്രി അധികരിക്കുന്നതോടെ ഈ നദിയിലെ താപനില വലിയ രീതിയിൽ കുറയുന്നുണ്ട്. -2 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില താഴ്ന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ അതിജീവിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഇപ്പോൾ പറയുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ഈ അപകടം നടന്നിരിക്കുന്നത് പെന്റഗൺ, US ക്യാപിറ്റൽ, വൈറ്റ് ഹൗസ് എന്നിവ അതീവ സുരക്ഷാ മേഖലകൾ അടങ്ങുന്ന ഒരു പ്രദേശത്താണ് ഇങ്ങനൊരു അപകടം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്തി വരികയാണ്. സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് പെന്റഗണും ഈ വിവരം അവിടുത്തെ അപകട വിവരങ്ങൾ ട്രംപിന് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ഈ വിവരങ്ങൾ അറിഞ്ഞതായും സാഹചര്യം മോണിറ്റർ ചെയ്തു വരുന്നതായും ട്രംപും അറിയിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇപ്പോൾ അവിടെ കൊല്ലപ്പെട്ടവരുടെ മരണങ്ങളിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ്സ്. ആതിര, വാഷിംഗ്ടൺ DC-ക്ക് സമീപം ഉണ്ടായ അപകടത്തിൽ 8 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം. യാത്രാ വിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ്. അതിലാണ് ഇത്തരത്തിൽ 8 മരണം ഉണ്ടായിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ തന്നെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നതും. വിശദാംശ വിവരങ്ങൾ നൽകുകയായിരുന്നു അനുപമ ശ്രീദേവി.